എല്ലാവർക്കും വി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഏഴിലോടുള്ള കാരാട്ട് കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന തെയ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെയധികം രൗദ്രത നിറഞ്ഞതും പൊതുവെ സ്ത്രീകൾ കാണാൻ ഭയപ്പെടുന്ന ഒരു തെയ്യമാണിത്. അതെ, ഇത് കേട്ടാൽ ആർക്കും തന്നെ ഏതാ തെയ്യമെന്ന് മനസ്സിലായി കാണും. കരിഞ്ചാമുണ്ടി. കരിഞ്ചാമുണ്ടി ഒരു യക്ഷി തെയ്യമാണ് എന്ന വിശ്വാസം നിലവിലുണ്ട്. കാട്ടുമൂർത്തിയായിട്ടാണ് ഈ തെയ്യത്തെ ആരാധിക്കുന്നത്. മുസ്ലിം മതസ്ഥനായ അലി എന്ന വ്യക്തിയുമായി ഈ തെയ്യത്തിന്റെ പുരാവൃത്തം ബന്ധപ്പെട്ടു കിടക്കുന്നു. പൊതുവെ ഏകദൈവ വിശ്വാസികളാണ് മുസ്ലിം മതവിശ്വാസികൾ. എങ്കിലും വടക്കേ മലബാറിലെ തെയ്യം എന്ന ആരാധനാ രീതിയുമായി പണ്ട് മുതലേ ഇവർ സഹകരിച്ചു വന്നിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ തെയ്യത്തിന്റെ പുരാവൃത്തം നൽകുന്നത്. പായത്തുമലയിൽ താമസിച്ചു വന്നിരുന്ന ഒരു മാപ്പിളയായിരുന്നു അലി. അലിയുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ അലിയുടെ ഭാര്യയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അലിയുടെ ഭാര്യ ഗർഭിണിയാകുന്നു. അങ്ങനെ അവരുടെ കുഞ്ഞിനെ സ്വപ്നം കണ്ട് സന്തോഷത്തോടുകൂടി പോയിരുന്ന അവരുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് എല്ലാം മാറി മറഞ്ഞത്. പെട്ടെന്നൊരു രാത്രി അലിയുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അലി വെപ്രാളപ്പെട്ടു. ഉടൻ തന്നെ അലി വയറ്റാട്ടിയെ തേടിപ്പോയി. അങ്ങനെ മലയടിവാരത്തിൽ വെച്ച് ഒരു സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടുന്നു. അലിയുടെ വെപ്രാളം കണ്ട് ആ സ്ത്രീ അലിയോട് കാര്യം ചോദിച്ചു. അലി തന്റെ വിഷമങ്ങൾ പറഞ്ഞു. തന്റെ ഭാര്യയ്ക്ക് പേറ്റുനോവ് വന്നുവെന്നും താനൊരു വയറ്റാട്ടിയെ തേടി ഇറങ്ങിയതാണെന്നും. ഇത് കേട്ടയുടൻ സ്ത്രീ പറഞ്ഞു, ഞാനൊരു വയറ്റാട്ടിയാണ്, എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന്. ഭാര്യയുടെ പേറ്റുനോവിൽ വേദനിച്ച ഹൃദയവുമായിരിക്കുന്ന അലി മറ്റൊന്നും കരുതാതെ യുവതിയുമായി വീട്ടിലെത്തി. അങ്ങനെ യുവതി വീട്ടിനകത്ത് കയറി കതകടച്ചു. ഏറെ സമയമായിട്ടും ഭാര്യയുടെ നിലവിളിയല്ലാതെ മറ്റൊന്നും കേട്ടില്ല. അല്പസമയത്തിന് ശേഷം നിലവിളിയും ശമിച്ചു. വാതിൽപ്പടിയോരത്ത് രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ടു. അലി ഭയന്നു. അയാൾ വാതിൽ ചവിട്ടി തുറന്നു അകത്ത് കയറി. അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ചോരയിൽ കുളിച്ച് വയർ പിളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചോര കുടിക്കുന്ന ഭീകര രൂപമാണ് അലിയുടെ മുന്നിൽ കണ്ടത്. അലി സർവശക്തിയും പ്രയോഗിച്ച് ആഞ്ഞു ചവിട്ടി. അലറി വിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്കോടി. കുപിതനായി അലിയും അവളെ പിന്തുടർന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്കയെടുത്ത് അയാൾ ആ ഭീകരരൂപത്തെ മർദ്ദിച്ചു. തലക്കടിയേറ്റ ആ ഭീകരരൂപം അസാമാന്യമായി അലറി. ഗ്രാമം വിറച്ചു നിന്നു. പിന്നീട് ആ രൂപം അലിയെ എടുത്തുകൊണ്ട് പാലമുകളിലേക്ക് പറന്നുയർന്നു. അലിയെ കൊന്ന് ചുടുചോര കുടിച്ചവർ ശരീരം താഴേക്കിട്ടു. നാട്ടിൽ കഥ പരന്നപ്പോൾ ഗ്രാമവാസികൾ ഭയപ്പെട്ടു. പിന്നീട് ഗ്രാമത്തിൽ പല അനിഷ്ട സംഭവങ്ങളും നടന്നു. അലിയുടെ ജീവൻ അപഹരിച്ചിട്ടും ദുർദേവത തൃപ്തിയടഞ്ഞില്ല.
ഒടുവിൽ ഗ്രാമവാസികൾ നാടുവാഴിയുടെ അടുത്ത് ചെന്ന് കാര്യമറിയിച്ചു. ഒടുവിൽ നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നചിന്ത നടത്തി പരിഹാരം കണ്ടെത്തി. ദുർദേവതയെ കാവും സ്ഥാനവും നൽകി ആരാധിച്ചു. അതാണത്രേ കരിഞ്ചാമുണ്ടി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.